കെയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മുൻപ് ഗൾഫിലായിരുന്നു. അപ്പോൾ UK-യിൽ നിന്ന് 3 ദിവസത്തേക്കാണ് ഈ ജോലി ലഭിച്ചത് ബന്ധപ്പെട്ട് സർക്കാർ അറിയിപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ട് കൊടുത്ത് അവധിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരികെ നാട്ടിലേക്ക് വരിക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോയെന്നാണ് വീട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ അറിയില്ല. പക്ഷേ വീട്ടിലെ അമ്മയും ആ കുട്ടിയുടെ മക്കളുമാണ് ഇവിടെയുള്ളത്. മൂത്ത മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പുല്ലാട് SVHS-ലെ. മോള് OEM സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ഒരു അപകടം അത് സ്ഥിരീകരണം ആയിട്ടില്ല, ഔദ്യോഗികമായിട്ട് അറിയത്തില്ല. നമ്മൾ ഇത് അറിഞ്ഞു ഓടിയോ നമുക്ക് അറിയത്തില്ല. അതിന്റെ നമുക്കൊന്നും അതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്നലെ ഇങ്ങനെ രഞ്ജിത നായർ എന്ന് പറയുന്ന ഏത് കുട്ടിയാണ്, അച്ഛന്റെ പേര് മാത്രമേ ആദ്യം വന്നുള്ളൂ, ഗോപകുമാർ നായർ. അപ്പം ഞങ്ങളെല്ലാവരും ആ പടം ഒന്ന് അങ്കലാപ്പില്ല. ഇതാരാ ഈ വാർത്ത ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പം പെട്ടെന്ന് ഇങ്ങനെ മുട്ടുമൺ സ്വദേശിയാണെന്നും പുല്ലാട് സ്വദേശിയാണെന്നും അറിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം എല്ലാ സുഹൃത്തുക്കളുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അങ്ങനെ ഓരോരുത്തർ അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്നലെയാണ് ഇവൾ പോയതെന്നും. ഞങ്ങൾ തൊട്ടടുത്തുള്ള, ഞാൻ ഇതിനപ്പുറമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ മുൻ വാർഡ് മെമ്പർ കൂടാണ്. അപ്പോഴാണ് ഓടി ഞങ്ങൾ വന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും വന്നപ്പം ഇതുപോലെ തന്നെ നിങ്ങളും വരുന്നു. ഇപ്പം വന്നപ്പോഴാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥ നമുക്ക് ഇത്രയും വലിയ അപകടമാണെന്നുള്ളത് നമ്മൾ TV കൂടെ കണ്ടു. അപ്പം ഇത്രയും ഒരു അറിയിപ്പ് കിട്ടിയില്ലെങ്കിൽ, കാരണം ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം വളരെ വലിയ ഭയത്തിലാണ്. ഒരു വിവരവും ഇല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും കൊച്ചു കുട്ടികൾ അടങ്ങുന്ന വീടാണ്. അമ്മയും കൊച്ചു കുട്ടികളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഈ പ്രദേശത്ത് എല്ലാവരും ആകപ്പാടെ ഒന്ന് ഭയന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് നിജസ്ഥിതി അറിയാത്തതിന്റെ പേരിൽ ഒരു ഭയം നേരിടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥിരീകരണം ആവശ്യമാണ്. അപ്പോൾ അത് നല്ല വാർത്തകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. വിമാനാപകടത്തിൽ പത്തനംതിട്ട സ്വദേശി പുല്ലാട് സ്വദേശിനി രഞ്ജിതയും അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചനകളാണ്. അതിനെക്കുറിച്ചായിരുന്നു അവിടെയുള്ളവർ പറഞ്ഞിരുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ശ്രീരാജ് ബാബുവിൽ നിന്ന് തേടാം. ശ്രീരാജ്, ഈ രഞ്ജിത അപകടത്തിൽ പെട്ടു എന്നുള്ള വിവരം അവർ അറിയുന്നത് ഏത് സമയത്താണ്? ആരാണ് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്? അവർക്ക് തിരിച്ചു കോണ്ടാക്ട് ചെയ്യാനും ഈ വാർത്തയിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? തീർച്ചയായും സംഗീത, അങ്ങനെ തന്നെയാണ്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. അല്പസമയം മുമ്പാണ് വീട്ടുകാർ ഉൾപ്പെടെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതിൽ രഞ്ജിതയുമുണ്ട് എന്ന വിവരം അറിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത ഇവിടെ നിന്നും UK-യിലേക്ക് പുറപ്പെട്ടത്. UK-യിൽ നഴ്സ് ആയി ജോലി ചെയ്തു വരികയായിരുന്നു വർഷങ്ങളായി. തുടർന്ന് കോഴഞ്ചേരി ആശുപത്രിയിൽ ജോലി ലഭിച്ചതായുള്ള സർക്കാർ അറിയിപ്പ് വന്നു. തുടർന്ന് ഒപ്പിടുകയും ലീവിന് അപേക്ഷിക്കുകയും ചെയ്യാനായി 3 ദിവസത്തെ ലീവിനെത്തിയതായിരുന്നു രഞ്ജിത നാട്ടിൽ. ശേഷം ആവശ്യമായ നടപടികൾ ചെയ്തതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത UK-യിലേക്ക് പോയത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായ വിവരമൊന്നും അറിഞ്ഞിരുന്നില്ല. അവരെ ആരും അറിയിച്ചിട്ടുമില്ലായിരുന്നു. വീട്ടുകാരെ അടക്കം അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇപ്പോഴും കൂടുതൽ വിവരങ്ങളൊന്നും അവർക്ക് ലഭ്യമായില്ല എന്നാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടുവെന്ന് അവർ അറിഞ്ഞു. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട ആളുകളിൽ രഞ്ജിതയുമുണ്ട് എന്നറിഞ്ഞു. നിലവിൽ മറ്റുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും അവർക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും നമ്മൾ ആ വീട്ടിലാണുള്ളത്. ഇവിടെ നാട്ടുകാരടക്കം എത്തി, ജനപ്രതിനിധികളടക്കം ഇവിടെ എത്തി ഇത്തരത്തിൽ അപകടം നടന്നുവെന്ന വിവരം അറിയിക്കുമ്പോൾ മാത്രമാണ് അവർ ഈ അപകടത്തെപ്പറ്റി അറിയുന്നത്. അതിനു മുൻപ് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വരുന്നുണ്ടായിരുന്നു. ചില വർഷങ്ങളായിട്ട് പുറത്തായിരുന്നു. ഇന്നലെ ഇവിടെ നിന്ന് ചെന്നൈക്കാണ് പോയത്. ചെന്നൈക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു UK-യിലാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് നാടുകളിലായിരുന്നു. അതിനുശേഷം പിന്നീട് UK-യിൽ പോയി. അപ്പോൾ PSC റാങ്ക് ലിസ്റ്റിലേക്ക് ജോലി ലഭിക്കുന്നൊരവസരം ഉണ്ടായി. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ആ ജോലിയുടെ കാര്യങ്ങൾക്ക് തിരിച്ചു വന്ന് മടങ്ങി വരണമെന്ന ഉദ്ദേശത്തോടുകൂടി തിരികെ പോവുകയാണ് ചെയ്തത്. വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ, ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ നമുക്ക് ലഭ്യമല്ല. കാരണം ഇവിടെ അധികാരികളെ പ്രതീക്ഷ നിൽക്കുകയാണ് ഞങ്ങൾ. കാരണം വാർത്തയുടെ നിജസ്ഥിതി അറിയാനും അതിനകത്ത് അപകടങ്ങളിലൊന്നും കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ അധികാരികളും മാധ്യമപ്രവർത്തകരും ഒക്കെ ഈ വീടിനെ അന്വേഷിച്ച് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടടുത്ത് നിന്നാണ് ഇവർ ലഭിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇക്കാര്യത്തിൽ വീട്ടുകാർ തന്നെ പറഞ്ഞു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഇവിടെ കുട്ടിയുടെ പ്രായമുള്ള അമ്മയാണ് ഇവിടെ ഉള്ളത്. ഒപ്പം 2 കൊച്ചു കുട്ടികളുമാണ്. വെച്ചാൽ 10ാം ക്ലാസ്സിലും താഴെയും പഠിക്കുന്ന 2 കുട്ടികളുമാണുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം
അതിൻ്റെ പൂർണ്ണമായ ഒരു ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്നലെ ചെന്നൈയിലെത്തിയെന്നും ഇന്ന് ഫ്ലൈറ്റ് കയറിയാണെന്നും വിളിച്ചറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ഫ്ലൈറ്റിലുണ്ടാകുന്ന അപ്പോൾ അതിൻ്റെ കൂടെ ആ ഫ്ലൈറ്റ് ലിസ്റ്റിലുണ്ട് എന്ന് കളക്ടർക്ക് വിവരം കിട്ടിയെന്നാണ് ഇവിടുന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ കാരണം ഓൾറെഡി എല്ലാ മാധ്യമപ്രവർത്തകരടക്കം ഇങ്ങനെ എത്തിയും കൂടി ചെയ്തപ്പോഴേക്ക് വീട്ടുകാരൊന്നും ഭയന്ന്, കുട്ടികളൊക്കെ വല്ലാണ്ട് ഭയന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. എല്ലാവരോടും വളരെ നന്നായിട്ട് പെരുമാറുന്ന വളരെ സജീവമായി നിന്നൊരു കുട്ടിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അതിൻ്റെതായ ഒരു വേദനയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ട് അക്കാര്യത്തിൽ. സംഗീത, നിലവിൽ അങ്ങനെയുള്ള ആദ്യഘട്ട വിവരങ്ങൾ മാത്രമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ആ അപകടം സംഭവിച്ച വിമാനത്തിനുള്ളിൽ രഞ്ജിത ഉണ്ടായിരുന്നു. ആ ജില്ലാ ഭരണകൂടം അങ്ങനെയുള്ള ആദ്യഘട്ട നിർദ്ദേശങ്ങൾ, ആദ്യഘട്ട അറിയിപ്പ് മാത്രമാണ്, വിവരങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്.